കുറച്ച് പുളിയും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവളുടെ ഏകദേശം മസാലയൊക്കെ അരച്ച് വെച്ചെന്നൊക്കെ പറയുന്നു. ഇതാ നോക്ക്, അത് വേണമെങ്കിൽ എടുത്ത് കാണിച്ചോ, പിന്നെ ഇതാക്കി. എന്റെ മസാല പിടിച്ചിട്ട് തന്നെയാണോ ഞാൻ ചെയ്യുന്നത്. കാണിച്ചു തരാം കേസ്. കണ്ടോ എന്റെ മസാല പിടി സെറ്റാക്കിയത്. ഓക്കേ, ഗ്യാസ് കത്തിക്കാൻ മറന്നുപോയ ഗ്യാസ് എന്നിട്ട് ഇതിനകത്ത് എടുക്കുക. നമുക്ക് തുരത്താനുള്ള ഇത് എടുക്കുക. ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ വെക്കുക, കുറച്ച് തീ കുറക്കുക. ഒരുപാട് മസാലകളൊന്നുമില്ല, മസാല കുറച്ച് അച്ഛൻ കടലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റുള്ള ഫുഡാണ്. നമുക്ക് അധികമൊന്നും വേണ്ട. മുളക് പൊടി വേണം. അതൊന്നും വീഡിയോ എടുത്തു തരുമല്ല. അവളുടെ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ആ ഒരു മണം, ഇതിൻ്റെ ആ മണം മാറി കിട്ടണം. പച്ചമണം, ഇതിൻ്റെ ആ ഒരു മണം മാറി കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി ഇങ്ങനെ വരണ്ട് വന്നതിന് ശേഷം ചെമ്മീൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പാത്രം ചെമ്മീൻ വേണം. വേണ്ട ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ചെറുതായിട്ടൊരു പണി പാളിപ്പോയി. പുളിവെള്ളം ഒഴിച്ചപ്പോൾ പുളിവെള്ളം കുറച്ച് കൂടുതലായിപ്പോയി. പുളിവെള്ളം ഒഴിച്ച് നമ്മളിതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ച് കുറച്ച് ഗ്രേവിക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. നമുക്കധികം ഗ്രേവി വേണ്ടതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇപ്പുറത്താവുന്നുണ്ട്. കറി ഏകദേശം റെഡിയായി. ഇതാണ് എൻ്റെ കറി ഏകദേശം റെഡിയായി ഗൈസ്. കണ്ടോ, ഇതാണ് എൻ്റെ കറി. അവളുടെ കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ കറി നമുക്ക് ഇനി കഴിക്കുമ്പോൾ ടേസ്റ്റ് നോക്കി നമുക്ക് പറയാം. എന്താണ് നിനക്ക് പറഞ്ഞ കറിയൊക്കെ? എന്റെ കറി ഫ്ലോപ്പ് ആയി പോയി ഗൈസ്. അവന്റെ കറി നല്ല കറിയായി. നമ്മൾ കഴിക്കുമ്പോൾ ബാക്കി പറയാം ഗൈസ്. നമ്മൾ ഇരുട്ടത്ത് ഇവിടെ കറിയൊക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കി. അവസാനം കറണ്ട് പോയി. കുളിച്ചിട്ട് വന്നതുകൊണ്ട് കുളിച്ച് വന്ന് എൻ്റെ പ്രിയ ഭർത്താവ് ചെറിയ ചപ്പാത്തി. ദിസ് ഇസ് മൈ കൊറേമി ചീസി കറി ആൻഡ് ദിസ് ഈസ് അവൻ്റെ കറി ചപ്പാത്തി. അവരവരുണ്ടാക്കുന്ന കറികൾ അവരവർ കഴിക്കുന്നതായിരിക്കും. അങ്ങനെയല്ല ഗൈസ്, എന്റെ കറി ഫ്ലോപ്പ് ആയി സത്യം പറയാലോ. ഫ്ലോപ്പൊന്നായിട്ടൊന്നുമില്ല, നോക്കിയില്ലല്ലോ നമ്മൾ. നോക്കുന്നതിന്റെ കറി കുറച്ച് മുളക് പൊടി കൊടുപ്പോയി. പക്ഷെ കറണ്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കാൻഡിൽ ഡേറ്റ് ഡിന്നർ ആക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ കാൻഡിൽ ഡേറ്റ് ഡിന്നർ ഞാൻ ഉണ്ടാക്കിയ കറി. അതിൽ നിന്ന് ഒരു ചെമ്മീൻ പീസ് ഇങ്ങനെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. ചെമ്മീൻ പീസ് ഇങ്ങനെ ഇടുക. ഗ്രേവി ഇല്ല ഗേസ്, ഗ്രേവി ഇല്ലാതാക്കിയതുകൊണ്ട് ടാസ്ക്കാണ് ഇത്രയും. അതിനകത്തോട്ട് എടുത്തോ സെൽഫിഷ് എടുക്കുക. ചെമ്മീൻ സോ യമ്മി, നല്ല വാവ് ആയിട്ടുണ്ട്. ആദ്യം അവൾ കഴിക്കുന്ന 2 കറിയും കൂടി കഴിക്കുന്ന അവളുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ആദ്യം എൻ്റെ കറിയാണ് എടുക്കുന്നത്. ഇനി അവളുടെ കറിയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം ഗൈസ്. നീ ഉണ്ടാക്കിയ കറി അടിപൊളി, സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയ കറി എൻ്റെ മൊത്തം അടവടല ഇലകളാണ്.
ഏതാണ് ടേസ്റ്റ് കൂടുതൽ? രണ്ടും രണ്ട് ടേസ്റ്റാണ്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് നീ ഉണ്ടാക്കിയറിയാം. ഓക്കെ, ഇനി ഞാൻ കഴിച്ചു നോക്കാം വീഡിയോയുടെ. ഞാൻ പിന്നെ സെൽഫായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതുകൊണ്ട് ആദ്യം എൻ്റെ കറി തന്നെ ടേസ്റ്റ് ചെയ്യണം ഗൈസ്. പുളിവെള്ളം കൂട്ടിയത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പുളിയുണ്ട്. പക്ഷെ സാധനം പക്ഷെ എനിക്ക് ആ പുളി അറിയുന്നതേ ഇല്ല. അവളുണ്ടാക്കിയത് എടുക്കാം. ഒരു മസാല കൂടിപ്പോയി കൂടുതലുള്ള ഒരു കറി, ആ മസാലക്കറി നൈസായിട്ടുണ്ട്. ഒന്ന് രണ്ട് ടേസ്റ്റ് പറഞ്ഞ പോലെ രണ്ട് ടേസ്റ്റ്. കുറച്ചുകൂടി നീ ആക്കിയത് കുറച്ചുകൂടി എന്താ പറയുക, നല്ല ഡിലീഷ്യസ് കറി. മറ്റേത് നോർമൽ നമ്മുടെ ചെമ്മീൻ കറി. ബെറ്റർ രണ്ട് രീതിയിൽ അടിപൊളിയാണ്. എന്നാലും പറ, നീ സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞു. കുഴപ്പമില്ല. ഒന്ന് കുറച്ചുകൂടി പറഞ്ഞൊക്കെ നിന്നോട് ഇപ്പോൾ എരിവാണ് അടിപൊളി ഉപ്പാണ് അടിപൊളി എന്ന് വെച്ചാൽ എരിവിന് എരിവും ഉപ്പിന് ഉപ്പും ഇല്ലേ, അതുപോലെയാണ് എരി. ഇതിന് നമുക്ക് ഇത് കൊള്ളാം, രണ്ടും കൊള്ളാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത്. അപ്പോൾ കഴിച്ചിട്ടാ ബൈ. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. കറണ്ട് വന്നു ഗൈസ്. ഫൈനലി തെളിയിച്ചിരിക്കുന്നു. അവനുണ്ടാക്കിയ കറി അടിപൊളിയാടാ. ഞാൻ